എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഏവരെയും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ വെറും പ്രതിഫലനം മാത്രമാണെന്നും എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സൃഷ്ടിച്ചതും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ആക്കിയതും ഇനി എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ് എന്ന് നിങ്ങൾ എത്ര പേര് അംഗീകരിക്കുന്നു? എസ് ഓർണോ? എസ് ടൈപ്പ് ചെയ്തോ, താഴെ പെട്ടെന്ന് ആയിക്കോട്ടെ. അത് കാണുമ്പോഴേ നമുക്കൊരു എനർജി ഉണ്ട്. നമ്മൾ എൻ്റെ ഇടയിൽ കുറച്ച് ദിവസമായിട്ട് ടാബ്ലറ്റ്സ് കഴിക്കാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി രണ്ടും ചേർത്തിട്ട് അങ്ങ് പോയിക്കോട്ടെ. യെസ്, ഐ ആം റെഡി. എസ്സും കൂടി ചേർത്ത് റെഡിയും കൂടി ആയിക്കോട്ടെ അല്ലേ? ടാബ്ലറ്റ്സ് കഴിക്കാതിരിക്കുമ്പോൾ ഒരു സുഖമല്ലേ? ഡോപ്പമിൻ ടാബ്ലറ്റ്സ് വേണ്ട നമുക്ക് എല്ലാവർക്കും. യെസ് 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 യെസ്, പോരട്ടെ, പെട്ടെന്ന് ഫാസ്റ്റ് ആവട്ടെ, ഫാസ്റ്റ്. സി, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ട്യൂൺ യുവർ മൈൻഡ് സെറ്റിലും മാസ്റ്റർ യുവർ മൈൻഡ് സെറ്റിലും ജേർണി ടു ഹാപ്പിനെസ്സിലും എത്തുമ്പോഴേക്കും നമ്മൾ ഈ കാര്യം വളരെ വ്യക്തമായി അനുഭവിച്ചു കഴിഞ്ഞിരിക്കും. എങ്ങനെ നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, ഇതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു കൃഷിഭൂമി പോലെയാണെന്ന് പറയാറുണ്ട്. എന്താണ്? അവിടെ നിങ്ങൾ എന്ത് വിത്തിടുന്നുവോ അത് വിളവായി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പഴയ നെഗറ്റീവായ വ്യക്തി മാറി പുതിയൊരു വിജയി ജന്മമെടുക്കാൻ പോവുകയാണ്. പലരും വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് നടക്കില്ലെന്ന് പേടിച്ച് പകുതി വഴിയിൽ പിന്തിരിയുന്നവരാണ്. എന്നാൽ വിജയികളുടെ രഹസ്യം നേരെ തിരിച്ചാണ്. വിജയികൾ ഉപയോഗിക്കുന്ന രഹസ്യമുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? എത്ര പേർക്ക് വിജയികൾ ഉപയോഗിക്കുന്ന ആ രഹസ്യങ്ങളെ അറിയണം, അഥവാ ആ ലക്ഷ്യങ്ങളെ ഒന്ന് മനസ്സിലാക്കണം? വേണോ? വേണമെങ്കിൽ അവരവരുടെ പേര് എഴുതിക്കോളൂ. അവരവരുടെ പേര് വേണ്ടവർക്ക് മാത്രം കിട്ടിയാൽ മതിയല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ചിന്തിക്കണം, എന്ത് വേണമെന്ന് പറയണം, എന്ത് വേണ്ടെന്ന് പറയണം, എന്ത് പറയണം, എന്ത് പറയണ്ട എന്നൊക്കെ അവരവർ തീരുമാനം. അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്വീകരിക്കാം, എല്ലാവർക്കും വേണ്ടെങ്കിൽ അല്ലേ? ഇവിടെ നോക്കൂ, എല്ലാ വിജയികൾക്കും മൈക്രോ ഗോൾസുകൾ ഉണ്ടാകും. എന്താണ് ഈ മൈക്രോ ഗോൾസ് എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതം, നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ, വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് വലുതായത് കൊണ്ട് പലർക്കും പേടിയാകുന്നു ഈ കാര്യത്തെ നേടാനായിട്ട്. ഇപ്പോൾ നേരത്തെ മനീഷ പറഞ്ഞ പോലെ കാര്യം, 50 ലക്ഷം രൂപ വേണം എനിക്ക് ആ ബിസിനസ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് പണമാണ് എൻ്റെ പ്രശ്നം. പക്ഷേ 50 ലക്ഷം ആണ് വിഷയം അല്ലേ? പക്ഷേ 1 ലക്ഷം എന്ന് പറയുന്നത് മനീഷയെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമായിരിക്കില്ലല്ലോ. 50 ലക്ഷത്തിൻ്റെ പ്രശ്നമായിരിക്കില്ല 1 ലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വലിയ ഗോളുകളെ മൈക്രോ ഗോളുകളാക്കി മാറ്റുന്നു. ഇത് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം. 50 ലക്ഷം എനിക്ക് ഒരു വർഷം കൊണ്ട് വേണമെങ്കിൽ 1 ലക്ഷം എനിക്ക് ഇത്ര മാസം കൊണ്ട് വേണമെന്ന് തീരുമാനിച്ചാൽ ആ വിഷയങ്ങളെ ഒന്ന് കീറി മുറിക്കാമല്ലോ, അല്ലെങ്കിൽ കഷ്ണമാക്കി മാറ്റാമല്ലോ. ഒരു ഉദാഹരണം, ഒരാൾ പറയാണ്, എനിക്ക് ഡിസംബർ 30-ാം തീയതി ആകുമ്പോഴേക്കും 5 കിലോ ഭാരം കുറക്കണം. 5 കിലോ ഭാരം കുറക്കണം, വലിയ ടാസ്ക്കാണ്. എല്ലാ ദിവസവും ആലോചിക്കുന്നത് ഡിസംബർ 30-ന് 5 കിലോ കുറക്കണം, ഡിസംബർ 30 5 കിലോ കുറക്കണം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡിസംബർ 30-ഉം കഴിയും, അതുപോലെ 31-ഉം കഴിയും, അടുത്ത വർഷവും വരും, 1 കിലോ പോലും കുറയില്ല. അങ്ങനെ ഉള്ള ഗോളുകളെ നടക്കത്തില്ല. അങ്ങനെയുള്ള വരുന്നതിനെ മൈക്രോ ഗോളുകളാക്കി മാറ്റണം. അത് എന്തായിരിക്കണം? ഞാൻ ഈ മാസം 1 കിലോ കുറക്കുന്നു, അടുത്ത മാസം 1 കിലോ കുറക്കുന്നു. അങ്ങനെ നിത്യമായ പ്രാക്ടീസിലൂടെ എനിക്ക് ഒരു ദിവസം 30 മിനിറ്റ് നടക്കണം. 30 മിനിറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ലക്ഷ്യമായി മാറും. അങ്ങനെ ചെറുതാക്കി മാറ്റണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട്. അപ്പോൾ ഓരോ കാര്യവും നമ്മൾ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു സംതൃപ്തി ഉണ്ടാവും. ആ സംതൃപ്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം. അത് മാത്രമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഘടകമായി മാറ്റണം. അപ്പോൾ മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവരും വിജയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് എഴുതി നിങ്ങൾ കൃത്യമായി വെച്ചോളൂ.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓവർകമ്മിങ് ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറയും. അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും പൂമെത്തകൾ വിധിച്ചതായിരിക്കില്ല. ഒരാൾക്കും അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെന്ന് കരുതി കഴിഞ്ഞാൽ അത് അസ്ഥാനത്തായ കാര്യമാണ്. തടസ്സങ്ങളില്ലാത്ത ഒരു കാര്യവും നമുക്ക് നേടാൻ സാധിക്കില്ല. ദാറ്റ്സ് എ റിയാലിറ്റിയാണ്. അപ്പോൾ തടസ്സങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ നമ്മളുടെ ഇമോഷൻസ് നമ്മുടെ ഡിസിഷൻസിലേക്ക് കൈകടത്താതിരിക്കണം. അതിന് ആദ്യം മനസ്സിനെ ശാന്തമാക്കണം. മനസ്സിനെ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇതിനാണ് നിങ്ങൾ ട്യൂൺ യുവർ മൈൻഡ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കടന്നുപോയി മനസ്സിനെ എങ്ങനെ നമുക്ക് നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റും എന്നത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അപ്പോൾ മനസ്സ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിൽ വരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന എത്ര പേരുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്? നിങ്ങൾ മനസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ ചെയ്യുന്നത്, അല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുകയാണോ ചെയ്യേണ്ടത്? ഇത് തമ്മിൽ വ്യത്യാസം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് പറഞ്ഞു നോക്കി, എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ മനസ്സ് എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അല്ല ഞാൻ മനസ്സ് പറയുന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത്? അല്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിക്കാരനാണ്, അല്ലാതെ നമ്മൾ മനസ്സിന് ജോലിക്കാരനല്ല. ഇതൊന്ന് മാറ്റണമെങ്കിൽ ട്യൂൺ യുവർ മൈൻഡ് സെറ്റിൽ ഇവിടെ കടന്നു പോയേ പറ്റൂ. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇത് തെറ്റാണ്. നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചതല്ല, സംഭവിച്ചത് ഞാനായിട്ട് സംഭവിപ്പിച്ചതാണ്, ഞാൻ കൊണ്ടുവന്നതാണ് എനിക്കിപ്പോൾ സംഭവിച്ചത്, അല്ലാതെ ഒന്നുമല്ല. പക്ഷെ എനിക്കത് അറിയുന്നില്ല എന്ന് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അവിടെ ആ ചോദ്യം നേരെ തിരിച്ചാണ് ചോദിക്കേണ്ടത്. ഇനി എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. ഓക്കെ, ഇത് സംഭവിച്ചു, ഇനി അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി അത് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നേരത്തെ ബീന ചോദിച്ച ചോദ്യം, എങ്ങനെ ഞാൻ ഈ ലൂപ്പിൽ നിന്ന് പുറത്തു കിടക്കും? ഓക്കെ, ഇത് സംഭവിക്കുന്നു എനിക്ക്, ഇതിനെ മാറ്റാനുള്ള പ്രക്രിയയാണ് മാസ്റ്റർ യുവർ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ നമ്മൾ മാസ്റ്റർ ആയിക്കുമ്പോൾ അതിന് നമ്മൾ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഡെയിലി മെഡിറ്റേഷനും അഫർമേഷൻസും വരുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങൾ നമ്മൾ സ്പെഷ്യലായിട്ട് വെക്കുന്ന പല മെഡിറ്റേഷനും എന്താണ്? അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷനാണ് മൈൻഡിനെ ഹാക്ക് ചെയ്യാനുള്ള ഏറ്റവും ലളിതമായ മാർഗം. ഏറ്റവും ലളിതമായ മാർഗം. നിങ്ങളിവിടെ എത്ര പേര് പണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഇവിടെ നിൽക്കുന്ന 60 പേരിൽ 4 പേര് മാത്രമാണ് പണമാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവർ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവർ ദിവസവും രാവിലെ പണം എന്നിലേക്ക് ആവശ്യമനുസരം അനായാസേന ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പണം അങ്ങനെയാണ്, ഇതാണെന്നുള്ള നമ്മുടെ 108 അഫർമേഷൻ, എല്ലാ ദിവസവും വ്യത്യസ്തമായ അഫർമേഷൻസ് നമ്മൾ രാവിലെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. അവർ ബ്രെയിൻ സെറ്റായി കഴിഞ്ഞു. അഫർമേഷൻസിൽ എനിക്ക് വിജയിക്കാൻ കഴിയും എന്നതിന് പകരമായിട്ട് ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നത്. പണം അനായാസേന എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അവരെ സ്ഥാപിച്ചു കഴിഞ്ഞു, അതവർക്ക് അനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പണം ഒരു പ്രശ്നമല്ല, പണം എനിക്ക് ആവശ്യ സമയത്ത് ആവശ്യമനുസരിച്ച് വന്നുകൊണ്ടിരിക്കുമെന്ന വസ്തുവാണെന്നുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട്. അപ്പോൾ ഇത് കൃത്യമായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഇറങ്ങുന്നതിന് മുമ്പും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഉപബോധ മനസ്സ് പ്രോഗ്രാമായി വെച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. പിന്നെയോ വിഷ്വലൈസേഷൻ നടത്തും. നമ്മൾ പല 20-20 മെഡിറ്റേഷൻ, 1-to-1 മെഡിറ്റേഷൻ, അങ്ങനെ കുബേര മെഡിറ്റേഷൻ, അങ്ങനെ എല്ലാ മെഡിറ്റേഷനും നമ്മൾ സമ്പത്തിനെ പറ്റി വിഷ്വലൈസേഷൻ ചെയ്യുകയാണ്. നമ്മുടെ ആവശ്യത്തെ നമ്മൾ 1 മണിക്കൂർ അരമണിക്കൂർ എടുത്തിട്ട് കാണുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ആഗ്രഹത്തെ, നമ്മുടെ കാര്യത്തെ കണ്ണടച്ച് സങ്കല്പിച്ച് നമ്മളത് നേടുന്നു. ഇപ്പോൾ ഒരാളിതാ റേഞ്ച് റോവർ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, 2 മെഡിറ്റേഷനിൽ കണ്ണടച്ച് കണ്ടതാ. റേഞ്ച് റോവർ വാങ്ങിക്കണം തീരുമാനിച്ചു, എനിക്ക് എത്രയും പെട്ടെന്ന് റേഞ്ച് റോവർ വേണമെന്ന് ആഗ്രഹിച്ചു, ഇന്ന് അഡ്വാൻസും കൊടുത്തു. 3-4 മെഡിറ്റേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ആ വിഷ്വലൈസേഷൻ അവിടെ യാഥാർത്ഥ്യമായി. എന്തുകൊണ്ടാ? അവരത് നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല ഇവിടെ, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാർ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അവാർഡ് വാങ്ങിക്കുന്നത് കാണണമെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അവിടുത്തെ ശബ്ദവും മണവും വികാരവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റണം.
അത് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമുക്കതിനകത്ത് പ്രാക്ടീസുകൾ വേണം. അതാണ് ഞാനിവിടെ നൽകുന്നത് പ്രാക്ടീസ്. ഇത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരോടും പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൃഷ്ടിയും നിർമ്മാതാവും നിങ്ങൾ തന്നെയാണ്, അല്ല മറ്റൊരാൾക്കും അവിടെ പങ്കില്ല. മറ്റൊരാൾക്കും അവിടെ യാതൊരു തരം ഇൻവോൾവ്മെൻറ്റും ഇല്ല. നിങ്ങളുടെ മനസ്സിനെ പുനർക്രമീകരിക്കാനുള്ള അധികാരം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. നന്ദി പറയാനും ശ്വാസോച്ഛ്വാസ പരിശീലനം നടത്താൻ നിങ്ങൾ തയ്യാറാവണം. എന്നിട്ടോ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുക. നിങ്ങൾ വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ആകുന്ന വിത്തുകൾ വിതച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ സമയമാകുമ്പോൾ നന്നായിട്ട് വിളകൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായി മനസ്സിലാക്കുക. വളരെ ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുക, ക്ലാസ്സുകൾ പങ്കെടുക്കുക. എല്ലാ ദിവസവും നമ്മളിവിടെ ക്ലാസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും രാവിലെ 10:30 മണി ക്ലാസ് ഉണ്ട്, 2:30 മണി ക്ലാസ് ഉണ്ട്, വൈകുന്നേരം ക്ലാസ് ഉണ്ട്, രാത്രിയിൽ 11 മണി ക്ലാസ് ഉണ്ട്. ഞാൻ ഇത്രയും ക്ലാസ്സുകൾ സെഷൻസ് തരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏത് സമയത്തും അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും അതിന് കൃത്യമായ മറുപടി നൽകാനായിട്ട്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇന്നിപ്പോൾ ഇവിടെ ക്ലാസ്സിൽ വന്നതിന് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ആക്റ്റീവ് ആവുക. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മളിവിടെ പരിഹാരം നിർദ്ദേശിക്കും. നിങ്ങൾ കണ്ണടച്ചങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി. മാറ്റം ഓട്ടോമാറ്റിക് സംഭവിച്ചിരിക്കും. അതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം മറ്റ് സെഷനിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.